രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്കെതിരെ വീണ്ടും രാഹുൽ ഈശ്വർ. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്ന അതിജീവിതയുടെ പരാതി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. അതിജീവിതയെ അധിക്ഷേപിക്കരുതെന്നും സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതെന്നും അടക്കമുള്ള വ്യവസ്ഥകളാണ് ജാമ്യം നൽകവേ രാഹുൽ ഈശ്വറിന് മുന്നിൽ കോടതി വെച്ചത്. എന്നാൽ ജാമ്യം ലഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിജീവിതയ്ക്കെതിരെ പരാമർശവുമായി രാഹുൽ വീണ്ടും രംഗത്തെത്തുകയായിരുന്നു. ആദ്യം അതിജീവിതയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോ ചെയ്യുന്നു. തുടർന്ന് അതിജീവിത തന്നെ ഇതിനെതിരെ സൈബർ പോലീസിൽ പരാതി നൽകുന്നു. എന്നാൽ ഇതോടെ അതിജീവിതയുടേത് വ്യാജ പരാതിയാണെന്ന ആരോപണവുമായി രാഹുൽ രംഗത്തെത്തി. അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് താൻ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചതെന്നായിരുന്നു രാഹുലിന്റെ വാദം. ഇപ്പോൾ അതേ പരാതിക്കാരി വീണ്ടും എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശം അവരുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്. അതേസമയം പരാതി വന്നതോടെ രാഹുൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തന്നെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെ അപേക്ഷ. ജനുവരി 4 യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് വസ്തുത മാത്രമാണ്. അതിജീവിതയെ തുടർന്നും അപമാനിച്ചിട്ടില്ലെന്നും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടില്ലെന്നും രാഹുൽ പറയുന്നു. ഇതിനിടെ വ്യാജ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രാഹുലും പോലീസിൽ പരാതി നൽകി. എന്നാൽ അതിജീവിതയ്ക്കെതിരെ വീഡിയോ ചെയ്യുക വഴി രാഹുൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.